നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ഇന്നലെ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് ഗുരുതര ക്രമക്കേടുകളെന്ന് ഇഡി. പിടിച്ചെടുത്ത രേഖകൾ ക്രോഡീകരിച്ച് ആഴത്തിലുള്ള പരിശോധനകൾ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ഇഡി. കേസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന നിരവധി സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളടക്കം ഇഡിക്ക് ലഭിച്ചു. ലാപ്ടോപ്പുകൾ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. ഇവയുടെ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെയുള്ളവ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. വിവരങ്ങൾ ക്രോഡീകരിച്ച ശേഷം അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT സംഘം ഇന്നും സന്നിധാനത്ത് പരിശോധന തുടരും. സ്ട്രോങ് റൂമിലുള്ള ശ്രീകോവിലിന്റെ പഴയ വാതിൽപ്പാളികൾ ഇന്നലെ പുറത്തെടുത്ത് പരിശോധിച്ചു. അതിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കും. പഴയ കൊടിമരം മാറ്റിയപ്പോൾ പെട്ടികളിലാക്കി സൂക്ഷിച്ചിട്ടുള്ള വസ്തുക്കളുടെ പരിശോധന തുടരുകയാണ്. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ചും പരിശോധനയുണ്ടാകും. അയ്യപ്പ ചരിതം കൊത്തിയ സ്വർണ്ണപ്പാളികളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മുൻപ് നടത്തിയ സാമ്പിൾ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ SIT കണ്ടെത്തിയിരുന്നു. നയപ്രഖ്യാപന പ്രസംഗക്കരടിൽ നിന്ന് ഒഴിവാക്കാൻ ലോക്ഭവൻ ആവശ്യപ്പെട്ട അസത്യങ്ങൾ നിറഞ്ഞ ഭാഗം സർക്കാർ ഒഴിവാക്കാതെ വന്നതോടെ ആ ഭാഗം വായിക്കാതെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ. അസത്യങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ലോക്ഭവൻ ആവശ്യപ്പെട്ടതോടെ ഗവർണർക്ക് യുക്തമെന്ന് തോന്നുന്ന ഭേദഗതികളോടെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി അയച്ചു നൽകാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തലേദിവസം രാത്രി 12-ന് ശേഷം ഭേദഗതികളൊന്നും വരുത്താതെ തന്നെ അതേ പ്രസംഗം ലോക്ഭവനിലേക്ക് മടക്കി അയക്കുകയായിരുന്നു. ഇതിനിടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മാറ്റം വരുത്താമെന്ന് സർക്കാർ ഏറ്റിരുന്ന ഭാഗം അത് ചെയ്യാതെ വീണ്ടും ഗവർണർക്ക് അയച്ചു നൽകിയതിനു പിന്നിൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിന് ഗുരുതര വീഴ്ചയുണ്ടായതായും സൂചന. മുഖ്യമന്ത്രിയുടെ ഓഫീസും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും തമ്മിലുള്ള ഏകോപനത്തിലെ വീഴ്ച മറയ്ക്കാനാണ് മുഖ്യമന്ത്രിയും CPM-ഉം വിവാദമുയർത്തി രംഗത്ത് വന്നത്. ചീഫ് സെക്രട്ടറി ജയതിലക് വിദേശയാത്രയിലായതിനാൽ ഗവർണറുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം വേണ്ട സമയത്ത് മുഖ്യമന്ത്രിയെ അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടാവുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ പരാതിക്കാരി നൽകിയ സത്യവാങ്മൂലത്തിൽ ഗുരുതര ആരോപണങ്ങൾ. നേരിട്ടത് ക്രൂര ബലാത്സംഗമാണെന്നും ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചു. വീഡിയോ ഇപ്പോഴും രാഹുലിന്റെ ഫോണിലുണ്ട്. പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ നഗ്നദൃശ്യങ്ങൾ പുറത്താക്കുമെന്ന് ഭയപ്പെടുന്നതായും സത്യവാങ്മൂലത്തിൽ പരാതിക്കാരി വ്യക്തമാക്കുന്നു. രാഹുലിന്റെ ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. കൂടാതെ ഗർഭചിത്രം നടത്തിയത് ഭീഷണിപ്പെടുത്തിയാണെന്നും സുഹൃത്ത് ജോബി എത്തിച്ച ഗുളികകൾ കഴിച്ച് വീഡിയോ കോളിൽ കണ്ട് രാഹുൽ ഉറപ്പാക്കിയെന്നും യുവതി സത്യവാങ്മൂലത്തിൽ പറയുന്നു. തൃശൂർ റൂറൽ പോലീസ് 1 വർഷമായി നടത്തിവന്ന ഓപ്പറേഷൻ തണ്ടറിൽ വിവിധ കേസുകളിലായി 1992 മുതൽ 2025 വരെ പിടികിട്ടാപ്പുള്ളികളായി കോടതി പ്രഖ്യാപിച്ചിരുന്ന 332 പേർ കുടുങ്ങി. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കൊലപാതകം, കവർച്ച, പോക്സോ, ലൈംഗിക പീഡനം, വധശ്രമം, സ്ത്രീകളോടുള്ള ക്രൂരത, സാമ്പത്തിക തട്ടിപ്പ്, മയക്കുമരുന്ന്, മോഷണം, ആയുധ നിയമപ്രകാരമുള്ള കേസുകൾ, അടിപിടി തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളിലെ പ്രതികളെയാണ് പിടികൂടിയത്. കോടതി നടപടികളിൽ നിന്നും വിചാരണകളിൽ നിന്നും വിട്ടുനിന്ന് വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ പിടികൂടുന്നതിനായി കോടതികൾ വാറന്റുകൾ പുറപ്പെടുവിച്ചിരുന്നു. ഇതിൻ പ്രകാരമാണ് പ്രതികളെ വിവിധ സ്ഥലത്തു നിന്ന് അറസ്റ്റ് ചെയ്തത്. 1.5 ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളിലേക്കുള്ള നിയമന നടപടികൾ നിർത്തിവെച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിലെ നിയമപ്രശ്നങ്ങളെ തുടർന്നാണിത്. CPM വിമതൻ പയ്യന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാനുണ്ടായ സാഹചര്യത്തിൽ പാർട്ടിക്ക്, പ്രത്യേകിച്ച് പയ്യന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് വീഴ്ച സംഭവിച്ചതായി CPM വിലയിരുത്തൽ. പയ്യന്നൂർ നഗരസഭയിലെ കാര വാർഡിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച CPM വിമത സ്ഥാനാർത്ഥി വൈശാഖ് 458 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇവിടെ LDF സ്ഥാനാർത്ഥി UDF-നും പിന്നിൽ 3-ാം സ്ഥാനത്തായിരുന്നു. ചെങ്ങന്നൂരിൽ 2 വയസ്സുകാരൻ കുളിമുറിയിലെ ബക്കറ്റിൽ വെള്ളത്തിൽ വീണു മരിച്ചു. ചെങ്ങന്നൂർ നഗരസഭ ഹാച്ചറി വാർഡിൽ പള്ളിത്താഴത്തേത്തിൽ ടോം തോമസ് ജിൻസി ദമ്പതിമാരുടെ ഏക മകൻ ആക്സ്റ്റൺ P. തോമസ് ആണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. ഗർഭിണിയായ ജിൻസി കുഞ്ഞിന് ഉച്ചഭക്ഷണം കൊടുത്ത ശേഷം കിടപ്പുമുറിയിലേക്ക് പോകുമ്പോൾ ഹാളിൽ കളിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ കുഞ്ഞിനെ കണ്ടില്ല. അമ്മയെ കൂടാതെ അമ്മൂമ്മയും വീട്ടിലുണ്ടായിരുന്നു. തുടർന്ന് ഇവർ വീട്ടിനുള്ളിൽ നടത്തിയ തെരച്ചിലിനാണ് കുഞ്ഞിനെ കുളിമുറിയിലെ ബക്കറ്റിൽ തലകീഴായി വീണ് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ബുധനാഴ്ച നടത്താനിരുന്ന സിനിമാ സമരം പിൻവലിച്ച സംഘടനകൾ. മന്ത്രി സജി ചെറിയാനുമായി സിനിമാ സംഘടനാ ഭാരവാഹികൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. തിയേറ്ററുകൾ അടച്ചിടില്ല. സിനിമാ ചിത്രീകരണങ്ങളും തടസ്സമില്ലാതെ തുടരും.
സിനിമാ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. തിയേറ്ററുകളിലെ വൈദ്യുതി നിരക്ക് സംബന്ധിച്ച വിഷയം റെഗുലേറ്ററി ബോർഡുമായി ചർച്ച ചെയ്യും. വിനോദ നികുതി 4% കുറയ്ക്കാമെന്ന ശുപാർശയും മന്ത്രി മുന്നോട്ട് വെച്ചു. അനുഭാവപൂർവമായ സമീപനമാണ് മന്ത്രിയിൽ നിന്ന് ഉണ്ടായതെന്ന് ഫിലിം ചേംബർ കോമേഴ്സ് പ്രസിഡന്റ് അനിൽ വി തോമസ് പറഞ്ഞു. പാലക്കാട് ഓട്ടോറിക്ഷ മറിഞ്ഞുള്ള അപകടത്തിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം. മണ്ണാർക്കാട് കടമ്പഴിപ്പുറം മണ്ണാർക്കാട് സ്വദേശി വിവിത്താണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കല്ലടിക്കോട് കാഞ്ഞിക്കുളം ഭാഗത്ത് വെച്ചാണ് അപകടമുണ്ടായത്. രാത്രി 10:45 അപകടം. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന 4 പേർക്കും പരിക്കേറ്റു. കടമ്പഴിപ്പുറം കോണിക്കഴി സ്വദേശി സുജിത്തിന് പരിക്ക് ഗുരുതരമാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള ആക്ഷേപത്തിന് പിന്നാലെ കോഴിക്കോട് യുവാവ് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിത മുസ്തഫ സംസ്ഥാനം വിട്ടതായി സൂചന. ഇവർ മംഗളൂരുവിലേക്ക് കടന്നുവെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. ഇവരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. ദീപകിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഇവരുടെ മൊബൈൽ ഫോണും പോലീസിന് കണ്ടെടുക്കേണ്ടതുണ്ട്. ഷിംജിത മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമം തുടങ്ങിയതായാണ് സൂചന. അതേസമയം ലൈംഗികാതിക്രമം നടന്നെന്ന് യുവതി ആരോപിച്ച സ്വകാര്യ ബസ്സിലെ ജീവനക്കാരുടെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തി. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും യുവതിയുടെ ആരോപണം തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് മന്ത്രി KB ഗണേഷ് കുമാറാണെന്ന് ഉമ്മൻചാണ്ടിയുടെ മകനും MLA-യുമായ ചാണ്ടി ഉമ്മൻ. പത്തനാപുരം മാങ്കോട് നടന്ന കോൺഗ്രസ് രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ ലക്ഷ്യം ലാക്കാക്കി ഉമ്മൻചാണ്ടിയെ കുടുക്കി LDF-ലേക്ക് ചേക്കേറുകയായിരുന്നു ഗണേഷ് കുമാർ എന്ന ആരോപണത്തിന്മേൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന്റെ ആദ്യ പ്രതികരണമായിരുന്നു പത്തനാപുരത്ത് നടന്നത്. ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഭാരതീയ ജനതാ പാർട്ടി നിതിൻ നബിനെ പുതിയ ദേശീയ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുക്കുകയും നബിനെ അഭിനന്ദിക്കുകയും ചെയ്തു. BJP മുൻ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിതിൻ ഗഡ്കരി എന്നിവർക്കൊപ്പം മുതിർന്ന നേതാക്കളും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയും പുതിയ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനാണ് നിതിൻ നബിൻ. ഫെബ്രുവരി 10 മുതൽ വിമാന സർവീസുകളുടെ റദ്ദാക്കൽ ഉണ്ടാകില്ലെന്ന് ഇൻഡിഗോ എയർലൈൻസ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറലിനെ അറിയിച്ചു. ജനുവരി 19 DGCA-യുമായുള്ള പ്രതിവാര അവലോകന യോഗത്തിൽ പങ്കിട്ട ഡാറ്റ പ്രകാരം പ്രധാന വിഭാഗങ്ങളിലായി ആവശ്യമുള്ളതിലും കൂടുതൽ പൈലറ്റുമാർ ഇൻഡിഗോയ്ക്ക് ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ചുള്ള ചർച്ചകളുടെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ പറഞ്ഞു. ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ അടുക്കുന്നുവെന്ന് സൂചിപ്പിച്ചു. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ സംസാരിച്ച വോൺ ഡെർ ലൈൻ പറഞ്ഞത്, ഇനിയും ചെയ്യാനുണ്ട്, പക്ഷെ നമ്മൾ ഒരു ചരിത്രപരമായ വ്യാപാര കരാറിന്റെ വക്കിലാണ്. ചിലർ ഇതിനെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിളിക്കുന്നു. ആഗോള GDP-യുടെ ഏകദേശം 4/1 വരുന്ന 2 ബില്യൺ ആളുകളുടെ വിപണി സൃഷ്ടിക്കുന്ന ഒന്ന്. സുരക്ഷാ കാരണങ്ങളാൽ ബംഗ്ലാദേശിനെ നയതന്ത്രജ്ഞർക്ക് കുടുംബേതര തസ്തികയാക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. എന്നിരുന്നാലും അയൽ രാജ്യത്തെ 5 നയതന്ത്ര ദൗത്യങ്ങളിലും പൂർണ്ണ ശക്തിയോടെ പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് ഈ വിഷയവുമായി പരിചയമുള്ള ആളുകൾ ചൊവ്വാഴ്ച വ്യക്തമാക്കി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ISS 9.5 മാസത്തോളം നീണ്ട 10 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിൽ പങ്കെടുത്ത നാസയിലെ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് 27 വർഷത്തിന് ശേഷം വിരമിച്ചു. ചൊവ്വാഴ്ച നാസ പ്രഖ്യാപിച്ച വിരമിക്കൽ കഴിഞ്ഞ ക്രിസ്മസിന് തൊട്ടു പിന്നാലെ, അതായത് 2025 ഡിസംബർ 27 പ്രാബല്യത്തിൽ വന്നു. റഷ്യയുമായി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങളെക്കുറിച്ച് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി യൂറോപ്യൻ രാജ്യമായ നോർവേ. യുദ്ധസമാനമായ സാഹചര്യമുണ്ടായാൽ സൈന്യത്തിന് പൗരന്മാരുടെ വാഹനങ്ങൾ, ബോട്ടുകൾ, മറ്റു സ്വത്തുക്കളും പിടിച്ചെടുത്ത് ഉപയോഗിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് നൽകിയത്. ഇതുവരെ 13,000 പൗരന്മാർക്കാണ് ഈ സന്ദേശം കൈമാറിയത്. ബാഴ്സലോണയ്ക്ക് സമീപം രാത്രി വൈകിയുണ്ടായ ഒരു കമ്മ്യൂട്ടർ ട്രെയിൻ പാളം തെറ്റി ഡ്രൈവർ മരിക്കുകയും ഡസൻ കണക്കിന് യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സ്പെയിനിൽ നടന്ന മറ്റൊരു അപകടത്തിന് ശേഷം റെയിൽ സുരക്ഷയെക്കുറിച്ച് ആശങ്ക വർദ്ധിപ്പിച്ചു. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയിൽ യൂറോപ്യൻ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടും ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതിന് ബദൽ തന്ത്രങ്ങൾ പ്രയോഗിക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചു. ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകർ എത്ര ദൂരം പോകുമെന്ന് ചോദിച്ചപ്പോൾ ട്രംപ് മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകും, ഗ്രീൻലാൻഡിൽ ഞങ്ങൾക്ക് ധാരാളം മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ നന്നായി നടക്കുമെന്ന് ഞാൻ കരുതുന്നു, ട്രംപ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.